ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് ക്ലാസ് 8 NMMS ലെക്ചേഴ്സ്. സോ നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഡെസിമൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്നവർക്കറിയാം, നമ്മൾ ഡെയിലി റെഗുലർലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് വീഡിയോസ് ആയിട്ടാണ് നമ്മൾ ഓരോ കണ്ടൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോസ് കാണുക. നമ്മൾ ഇതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും കാണുക. നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ വീഡിയോസ് കാണുക. മാത്സിലാണെങ്കിൽ നിങ്ങൾ പ്രോബ്ലംസ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൽ ഞാൻ ചെയ്യുന്ന പ്രോബ്ലംസും പിന്നെ ബാക്കി ഇതേ സിമിലർ ആയിട്ട് വരുന്ന പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അതായത് ഡെസിമൽസ് എന്നാണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ എന്താണ് ഡെസിമൽസ്? എല്ലാവർക്കും അറിയാം ഡെസിമൽ നമ്പേഴ്സ് അല്ലേ. ഇപ്പം ഞാനൊരു നമ്പർ എഴുതാണ്, സേ 23.5 എന്ന് എഴുതിയാൽ അതൊരു ഡെസിമൽ നമ്പറാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ബേസിക്കായിട്ട് നമ്മളെങ്ങനെ പറയാം? ഞാൻ 23 എന്ന് മാത്രം എടുത്തു, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുക 523 എന്ന നമ്പർ എടുത്തു. ഈ നമ്പർ ആക്ച്വലി എന്താണ്? 3 എന്ന്, അതായത് യൂണിറ്റ് പ്ലേസിൽ ഏതാ? 3 ആണുള്ളത്. അതായത് 1ൻ്റെ പ്ലേസിൽ 3 ആണുള്ളത്. ഓക്കെ, 2 ഏത് പ്ലേസിലാണുള്ളത്? ടെൻസിൻ്റെ പ്ലേസിലാണ്. 5 ഏതിൻ്റെ പ്ലേസിലാണ്? ഹൺഡ്രഡ്സ് പ്ലേസിലാണ്. സോ നമുക്ക് ഈ ഒരു നമ്പറിനെ എങ്ങനെ എഴുതാം? 5 × 100 പ്ലസ് 2 × 10 പ്ലസ് 1 ഇങ്ങനെ നമ്മൾ എഴുതും. ഇപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 5 × 100 ചെയ്യുമ്പോൾ 500 പ്ലസ് 2 × 10 ചെയ്യുമ്പോൾ നമുക്ക് 20 പ്ലസ് 1 പ്ലസ് 1 അല്ല, പ്ലസ് 3 ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അങ്ങനെയാണ് നമുക്ക് ഈ ഒരു നമ്പർ 523 എന്ന നമ്പർ ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാനൊരു നമ്പർ എടുക്കുകയാണ്. ഈ 523ൻ്റെ കൂടെ ഞാൻ 0.6 എന്ന് കൊടുത്തു. അപ്പോൾ ആ ഒരു 0.6 അല്ലേ, ആ ഡെസിമൽ ആ ഒരു പോയിൻറ്റിന് ശേഷമുള്ള ഈ നമ്പറിനെ നമ്മളെങ്ങനെ പറയാം? ഇത് ഏത് പ്ലേസിലാണ്? 1/10ൻ്റെ പ്ലേസിലാണ് നിൽക്കുന്നത്. ഓക്കെ, പോയിൻറ്റിൻ്റെ ശേഷമുള്ള ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1/10ൻ്റെ പ്ലേസിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് ആ നമ്പറിനെ എങ്ങനെ പറയാം? 523ൻ്റെ ഓൾറെഡി നമ്മളിവിടെ ചെയ്തു. 523 പ്ലസ് 6 × 1/10 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ 5 × 100 2 × 10, ഇവിടെ 3 × 1 ഉണ്ട്. അതൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഡെസിമൽ പ്ലേസിലുള്ളതിനെ അങ്ങനെ പറയും? 6 × 1/10. ഇനി അപ്പുറത്തൊരു 7 ഉണ്ടെന്ന് വിചാരിക്കും. 523.67 ആണെങ്കിൽ ഇതിപ്പോൾ ഏതിൻ്റെ പ്ലേസിലാണ്? 1/100ൻ്റെ പ്ലേസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂടെ ആഡ് ചെയ്യണം? പ്ലസ് 7 × 1/100 കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് എന്ത് കിട്ടുക? നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അതാണ് ബേസിക്കലി ഡെസിമൽസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഡെസിമൽ നമ്പറിനെ ഒരു 10 വെച്ചിട്ടോ അല്ലെങ്കിൽ 100 വെച്ചിട്ടോ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഞാൻ 2.673 എന്നൊരു നമ്പറുണ്ട്. ഇതിനെ ഞാൻ ഇൻറ്റു 100 ഞാൻ ചെയ്യുകയാണെങ്കിൽ എന്താ അവിടെ ചെയ്യേണ്ടത്? ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം എന്താ? 100 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 2 0 ആണുള്ളത്. 2 0 ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം? ഈ പോയിൻ്റ് എന്നുള്ളത് 2, ഈ ഡെസിമലിന് ശേഷം ഡെസിമൽ പോയിൻറ്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 1 2 3 നമ്പർ ഉണ്ട്. അതിൽ 2 നമ്പറിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു പോയിൻറ്റിനെ മാറ്റിയാൽ മതി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു നമ്പർ എന്ത് വരും? 267.3 എന്ന് വരും. ഓക്കെ, ഇനി നിങ്ങൾ 1000 കൊണ്ടാണ് മൾട്ടിപ്ലൈ എന്നുണ്ടെങ്കിൽ 3 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കുക? പോയിൻ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പോഴുള്ള പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള 3 സംഖ്യകൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പോയിൻറ്റിന് കൊടുക്കുക. ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾ 100 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 2.673 ഡിവൈഡഡ് ബൈ 100 ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തപ്പം ഡെസിമൽ പോയിൻറ്റിൻ്റെ ശേഷമുള്ള 2 നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ പോയിൻ്റ് കൊടുത്തു. ഇവിടെ അപ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഇവിടുന്ന് പോയിൻറ്റിൻ്റെ 2 നമ്പർ മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഒരു പോയിൻറ്റിനെ മാറ്റണം. 2 നമ്പർ മുന്നേ എന്ന് പറയുമ്പോൾ ഇവിടെ 2 എന്നുള്ള ഒറ്റ നമ്പറേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ ഒരു 0 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ 0.02673 എന്നാവും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇനി വരുന്നത് അഡീഷനൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഗിവൺ 1/3.2 = 0.3125 എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് 1/0.32 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം 1/3.2 എന്ന് പറയുന്നത് വാല്യൂ നമുക്കറിയാം. 1/0.032 ഉണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ 1.32 എന്ന ഫോമിലേക്ക് മാറ്റണം. ഓക്കെ, 1.32 എന്ന ഫോമിലേക്ക് നമ്മൾ മാറ്റിയാൽ നമുക്ക് എന്താ അറിയാം? ആ ഒരു വാല്യൂ നമുക്കറിയാം. നിങ്ങൾ നമുക്ക് 0.032നെ എന്ത് ചെയ്താലാണ് നമുക്ക് 3.2 ആവുകയെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 0.032നെ എന്ത് ചെയ്യണം? എത്ര വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 0.032. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയാണ് പോയിൻ്റ് കിടക്കുന്നത്. ഇതിലോ ഇവിടെയാണ് പോയിൻ്റ് കിടക്കുന്നത്. ഈ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് 3.2 ആ പോയിൻ്റ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? 2 0 എന്ന് പറയുമ്പോൾ 100 വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ 0.032 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3.2 കിട്ടും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/0.032 എന്നുള്ളതിനെ 0.032 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാനൊരു 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്തായി മാറി? 100 ഡിവൈഡഡ് ബൈ 3.2 എന്ന ഫോമിലേക്ക് മാറി. ഓക്കെ, 100/3.2 എന്ന് പറഞ്ഞാൽ എന്താ? 100 ഇൻറ്റു 1/3.2 ആണ്. ഓക്കെ, 100 ഇൻറ്റു 1/3.2. ഇവിടെ നിങ്ങൾ നോക്ക്, 1/3.2ൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 100 ഇൻറ്റു എത്രയാ? 0.3125 വിച്ച് ഈസ് ഈക്വൽ ടു, നിങ്ങൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.3125ൻ്റെ 2 പ്ലേസസ് കഴിഞ്ഞിട്ട് ആ പോയിന്റ് കൊടുക്കണം. അപ്പോൾ ഇതെന്താവും? 31.25. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? 31.25 ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 0.3 ഇൻറ്റു 0.02 ഇൻറ്റു 0.004 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 0.3 എന്ന് പറഞ്ഞാൽ എന്താ? 0.3 എന്ന് പറഞ്ഞാൽ 3/10 ആണ്. ഓക്കെ, 0.002 എന്ന് പറഞ്ഞാൽ എന്താ? 0.02 എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്ക് പറയാൻ പറ്റും 0.02 എന്ന് പറയുന്നത് 2/100 ആണ്. ഓക്കെ, 3/10 ചെയ്യുമ്പോഴാണ് നമുക്ക് 0.3 കിട്ടുന്നത്. അതേപോലെ 0.02 കിട്ടുന്നത് 2/100 ചെയ്യുമ്പോഴാണ്. ഇനി 0.004 ദിസ് ഈസ് ഈക്വൽ ടു 4/1000 ആണ്. ഓക്കെ, 4/1000 വരുമ്പോൾ 3 പ്ലേസസ് മുന്നേ, അതായത് 4ഉം ഇൻക്ലൂഡഡ് ആയിട്ട് 3 പ്ലേസസ് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം? പോയിന്റ് കൊടുക്കണം. അങ്ങനെയാണ് 0.004 എന്ന് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ 3/10 ഇൻറ്റു 2/100 ഇൻറ്റു 4/1000 എന്നായി മാറും. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ന്യൂമറേറ്റർ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 3 എത്രയാ? 6. 4 ഇൻറ്റു 6 എത്രയാ? 24. 24 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 10 ഇൻറ്റു 100 1000 ആണ്. 1000 ഇൻറ്റു 1000 എത്രയാണ് വരിക? 1000 ഇൻറ്റു 1000 ചെയ്യുമ്പോൾ 10 lakh വരും. ഓക്കെ, 6 zeros വരും. 1 2 3 4 5 6 6 zeros വരും 1 കഴിഞ്ഞിട്ട്. ഓക്കെ, ഇതിനെ ഇനി നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, ഇതിനെങ്ങനെ എഴുതും? എത്ര പ്ലേസ് മുന്നേ നമ്മൾ പോയിന്റ് കൊടുക്കേണ്ടത്? 1 2 3 4 5 6 zeros ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പ്ലേസ് മുന്നേ പോയിന്റ് കൊടുക്കണം? 24ൻ്റെ മുന്നേ എത്ര സീറോ ഞാൻ ഇടണം? 24ൻ്റെ മുന്നേ 1 2 3 4 5 6 zeros ഇട്ട് ഇങ്ങനെ പോയിന്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. കാരണം എന്താ? ഈ 24ഉം ഇൻക്ലൂഡഡ് ആയിട്ടാണ് 6 ഡിജിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 24ൽ ഓൾറെഡി ആ 2 ഡിജിറ്റ് പോയി. പിന്നെ ആ 6 ഡിജിറ്റിൽ എത്രയാ? 4 0 ഇട്ട് കൊടുത്താൽ മതി. 0 0 0 0 0.0000024. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെ 6 zeros ഉണ്ട്, അത്രയും പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ 6 zeros ഉണ്ട്, അത്രയും എന്തുണ്ട്? ഡിജിറ്റ്സ് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ഡെസിമൽ ഫോം ഓഫ് ദ സം 1/5 + 1/5² + 1/5³ + 1/5⁴. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യും? സമ്മ് കാണാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത് ഫ്രാക്ഷൻ ഫോമിലാണ്. അതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് ആക്കി മാറ്റിയിട്ട് നമ്മൾ സമ്മ് കാണും. സോ എനിക്ക് ഇതിനെ 1/5 + 1/5² + 1/5³ + 1/5⁴. ഇതിനെ എങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റും? ഞാൻ ഈസി ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് പറയുന്നത്. അതായത് 1/5 നിങ്ങൾക്കൊക്കെ എല്ലാത്തിൻ്റെയും വാല്യൂസ് കണ്ടുപിടിച്ച് ജസ്റ്റ് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിലും 1/5 ഉണ്ട്. അതിന് ഞാൻ കോമൺ ആക്കിയിട്ട് എടുത്തു. എല്ലാ ടേമിലും 1/5 ഉള്ളതുകൊണ്ട് ഞാൻ കോമൺ ആക്കി എടുത്തിട്ട് ഈ ഫസ്റ്റ് ഈ 1/5 ഞാൻ 1/5 എടുത്താൽ ബാക്കി എത്ര ഉണ്ടാവും? 1 ഉണ്ടാവും. പ്ലസ് സെക്കൻഡ് ടേമിൽ ഞാൻ എന്താണ് ഇതിൽ നിന്ന് ഞാൻ 1/5 എടുത്താൽ ബാക്കി ഒരു 1/5 കൊണ്ട് ഉണ്ടാവും. കാരണം 1/5 ഇൻറ്റു 1/5 ചെയ്യുമ്പോഴാണ് 1/5² കിട്ടുന്നത്. സോ ഇവിടെ ഞാൻ ബാക്കി 1/5 ഉണ്ടാവും. അതേപോലെ മൂന്നാമത്തെ ആ ടേമിൽ എന്തുണ്ടാവും? 1/5² ഉണ്ടാവും. പ്ലസ് ഫോർത്ത് ടേമിൽ 1/5³ എന്നുണ്ടാവും. ഓക്കെ, ഇത് ചെയ്യാൻ നമുക്കപ്പോൾ കുറച്ചുകൂടി കാൽക്കുലേഷൻസ് ഈസി ആയി കിട്ടും. കാരണം നമുക്ക് ഇതിൻ്റെ മുന്നത്തെ ഈ ഒരു സ്റ്റെപ്പിലാണെങ്കിൽ ഇവിടെ 1/5⁴ വരെ നമ്മൾ കാണണം. ഇവിടെയാണെങ്കിലോ 1/5³ വരെ നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, ഇനി അതിൻ്റെ വാല്യൂസ് കാണാം. 1/5 എന്ന് പറയുന്നത് എത്രയാണ്? 1/5 എന്ന് പറയുമ്പോൾ 1/5 = നമുക്ക് പറയാൻ പറ്റും 2/10 ആണ്. ഓക്കെ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും
2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2/10 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു എന്താ 0.2. ഓക്കെ, നിങ്ങൾ ഏത് നമ്പറിനെയും 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു പോയിന്റ് കൊടുത്താൽ മതി, 0.2 എന്ന് കൊടുത്താൽ മതി. ഈ 4/10 ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 0.4 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 0.2 എന്ന് കൊടുക്കാം. ഇനി 1/5² എത്രയാണ്? 5² ഈസ് ഈക്വൽ ടു 1/25. 5² 25 ആണ്. 1/25നെ ഞാൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്രയാ 4 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4/100 എന്ന് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? 0.04. 4/100 ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 പ്ലേസസ് മുന്നേ എന്ത് കൊടുക്കണം? പോയിന്റ് കൊടുക്കണം. ഓക്കെ, ഇവിടെ 4ഉം ഇൻക്ലൂഡഡ് ആയിട്ട് 2 പ്ലേസസ് മുന്നേ നമ്മൾ പോയിന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ 0 കൊടുക്കും, ഇവിടെ 0.04 കൊടുക്കും. അപ്പോൾ ഇപ്പോൾ നോക്ക്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് അവിടെ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് നമ്മളിത് ചെയ്യുക. 0.04 എന്ന് കിട്ടി. ഇനി എന്താ കാണേണ്ടത്? അപ്പം പ്ലസ് 0.04 പ്ലസ് 1/5² നമ്മൾ കാണണം. 1/5² എത്രയാണ്? 1/5³ ആണല്ലേ, 1/5³. ദിസ് ഈസ് ഈക്വൽ ടു 1/5³ എന്ന് പറയുന്നത് 125 ആണ്. സോ 1/125. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ 1/125നെ എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റും? ഡിനോമിനേറ്റർ 1000 ആക്കി എനിക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, മുന്നത്തേൽ നമ്മൾ ഡിനോമിനേറ്റർ 100 ആക്കി, അതിൻ്റെ മുന്നേ ഫസ്റ്റത്തേൽ 2/10 10ൻ്റെ ടേംസിലാക്കി. ഓക്കെ, അങ്ങനെ ആക്കിയാൽ നമുക്ക് എന്താ എളുപ്പം? ഈസി ആയിട്ട് നമുക്ക് ആ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 10 ഡിനോമിനേറ്റർ ആക്കുന്നത്, അല്ലെങ്കിൽ 100ൻ്റെ ഫോമിലേക്ക് മാറ്റുന്നത്. ഓക്കെ, ഇവിടെ 1/125നെ ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 1/1000, അതായത് 8/1000 എന്ന ഫോമിലേക്ക് ഇവിടെ മാറ്റാൻ പറ്റും. 8/1000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 8 ഇടുന്നു. ഓക്കെ, 2 സ്ഥാനം മുന്നേ നമ്മൾ എന്ത് കൊടുക്കുന്നു? പോയിന്റ് കൊടുക്കുന്നു, 0.008. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ 3 പ്ലേസസ് എന്തുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസസ് ഉണ്ട്. ഓക്കെ, 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പ്ലേസസ് എന്തുണ്ടാവണം? പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനങ്ങൾ അവിടെ ഉണ്ടാവണം. ഇതും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 1/5 ഇൻറ്റു 1 പ്ലസ് 0.2 എന്ന് പറയുന്നത് 1.2. 1.2 പ്ലസ് 0.004 എന്ന് പറയുമ്പോൾ 1.24. 1.24 പ്ലസ് 0.008 എന്ന് പറയുന്നത് 1.248 എന്ന് വരും. 1.248. ഓക്കെ, ഇതിനെ എനിക്ക് വേണമെങ്കിൽ 1.248, ഇതിനെങ്ങനെ 1.248 എന്ന നമ്പറിനെ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് 1248 എന്ന നമ്പറിനെ ഡിവിഷൻ ഞാൻ ചെയ്യുകയാണെങ്കിൽ ആണ് പറയുന്നത്. ഇതിനെ ഞാൻ ഒന്നെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം? കിട്ടുന്ന ആൻസറിൽ എന്ത് ചെയ്യാം? ഇവിടെ 1248നെയാണ് നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ കിട്ടുന്ന ആൻസറിൽ നമ്മൾ എന്ത് കൊടുക്കണം? 3 പ്ലേസസ് മുന്നേ പോയിന്റ് കൊടുക്കണം. മനസ്സിലായി? ഇവിടെ 3 പ്ലേസസ് മുന്നേ പോയിന്റ് ഉണ്ട്. അപ്പോൾ കിട്ടുന്ന ആൻസറിൽ 3 പ്ലേസസ് മുന്നേ പോയിന്റ് കൊടുക്കണം. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ചെയ്യാം? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/5 ഇൻറ്റു 1.248 ആണ്. 1/5നെ ഞാൻ ഇവിടെ മാറ്റി എഴുതിയില്ല, എന്ത് 2/10 എഴുതിയില്ല. അത് ഇവിടെ സെയിം എനിക്കത് ചെയ്തൂടെ? എന്താവും? 2/10 ഇൻറ്റു 1.248. ഇനി നിങ്ങൾ നോക്ക്, 2 ഇൻറ്റു 1.248 നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഈ ഒരു 2 ഇൻറ്റു 1.248 ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എത്രയാണ്? 2 ഇൻറ്റു 1248 ചെയ്താൽ 2496 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 2496 എന്ന് കിട്ടും. അതിൽ എത്ര പോയിന്റ് മുന്നേ നമ്മൾ ഈ ഒരു പോയിന്റ് കൊടുക്കണം? ഇവിടെ 3 ഡിജിറ്റ് മുന്നെയാണ് പോയിന്റ് ഉള്ളത്. സോ ഇതിലും നമ്മൾ 3 ഡിജിറ്റ് മുന്നേ ആ പോയിന്റ് കൊടുത്തു. ഇനി എന്താ അവിടെ ബാക്കിയുള്ളത്? ഡിവൈഡഡ് ബൈ 10 അവിടെ ബാക്കിയുണ്ട്. സോ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു ഡിജിറ്റ് മുന്നേ പോയിന്റ് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് 0.2496 എന്നൊരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്? ബി എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 1/4.103 is equal to 0.2437, then the value of 1/0.0004103. ഓക്കെ, ഇത് നമ്മൾ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. എങ്ങനെ ചെയ്യാം? 1/4.103 നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിനെ ഏത് ഫോമിലേക്ക് മാറ്റിയാൽ മതി? ഇതിൻ്റെ 4.103 എന്ന ഫോമിലേക്ക് നമുക്ക് മാറ്റണം. എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുക? 1/0.0004103. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ എന്ത് ചെയ്യാണ്? എത്ര വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ നോക്ക്, 1 2 3 4. ഓക്കെ, ഈ 4 പ്ലേസസ് എനിക്ക് എന്താവണം? 4 പ്ലേസസ് ഡെസിമൽ പോയിൻറ്റിൻ്റെ ഇപ്പുറത്തെ ഈ ഒരു സൈഡിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു 4.103 എന്ന നമ്പർ കിട്ടുള്ളൂ. അപ്പോൾ ഈ 4 പ്ലേസസ് ഞാൻ മാറ്റണമെങ്കിൽ
എന്ത് ചെയ്യണം 10,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 4 സീറോസ് വരുന്ന ആ ഒരു നമ്പർ ഏതാ 10,000 ആണ്. സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഞാൻ 10,000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ എനിക്ക് എന്ത് കിട്ടും, ദിസ് ഇസ് ഈക്വൽ ടു 10,000 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും 0.0004. അപ്പോൾ ആ ഒരു 4 പ്ലേസസ് മാറി ഇവിടെ എന്ത് വരും, സോറി ഇവിടെ ഈ പോയിന്റ് വരും. ഓക്കെ, ഇവിടെ പോയിന്റ് വന്നാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 4.103. ഇപ്പോൾ എന്ത് കിട്ടി 10,000 ഇൻറ്റു ഇതിനെ എനിക്ക് 10,000 ഇൻറ്റു 1/4.103. ഇപ്പോൾ ഈ ഒരു നമ്പർ നോക്കിക്കേ, ഇതന്നെയല്ലേ ഇവിടെ തന്നെ 0.2437. അപ്പം ദിസ് ഇസ് ഈക്വൽ ടു 10,000 ഇൻറ്റു 0.2437 ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ് 10,000 ഇൻറ്റു 10,000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു പോയിൻ്റ് എത്ര ഡിജിറ്റ് മാറണം, 4 ഡിജിറ്റ് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകണം, അതായത് 2437. ഓക്കെ, അപ്പോൾ ഒരു പോയിൻ്റ് നമ്മളവിടെ ഇടേണ്ട ആവശ്യമില്ല, 2437 എന്നാണ് ആൻസർ കിട്ടുക. സോ ഓപ്ഷൻ 1 തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ നിയറസ്റ്റ് വാല്യൂ ഓഫ് 6.97 ഇൻറ്റു 0.093. ഇതിൻ്റെ നിയറസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്ക്. ഇവിടെ നോക്കുമ്പോൾ 6.97 ഇൻറ്റു 0.093 ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ 0.093 അല്ലെങ്കിൽ 6.97 എന്ന് പറയുന്ന നമ്പർ ഏത് നമ്പറുമായിട്ടാണ് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത്, 7 ക്ലോസ് ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക, 7 അത് മോർ ക്ലോസ് ആണ്. ഓക്കെ, ഇൻറ്റു ഈ 0.093 നമുക്ക് പറയാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു എന്താണ് 9 ക്ലോസ് ആണ്. ഓക്കെ, 9 ക്ലോസ് ആണ്. അപ്പോൾ 7 ഇൻറ്റു 9 ക്ലോസ് ആണെന്നല്ല, അതായത് ക്ലോസ് ആയിട്ടുള്ളത് 0.09 ക്ലോസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ഇൻറ്റു 9 ഞാൻ ചെയ്താൽ 63 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ എത്രയാണ് 0.0 സംതിങ് വന്നിട്ട് 63 എന്ന് വരാനാണ് അവിടെ ചാൻസ് ഉള്ളത്. സോ ഓപ്ഷൻസ് നമ്മൾ നോക്കിയാൽ ഇത് ഏതിനോടാണ് കൂടുതൽ നിയറസ്റ്റ്, ഒന്നെങ്കിൽ 0.7 നിയറസ്റ്റ്, അല്ലെങ്കിൽ 7.0 ആ നമ്പേഴ്സിനോടായിരിക്കും നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. 0.8ഉം 8.0യും എന്തായാലും വരില്ല. ഓക്കെ, സോ നമുക്കത് ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഇനി എത്രയാണ് ആ ഒരു ഡിജിറ്റ് എത്ര ഡിജിറ്റ് മുന്നെയാണ് ആ ഒരു ഡെസിമൽ കിടക്കുന്നതെന്ന് നമുക്ക് നോക്കണം. 6.97 ഇൻറ്റു 0.093 ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, 697 ഇൻറ്റു 0.93 ഇൻറ്റു 93 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഒന്നെങ്കിൽ ഇതിങ്ങനെ ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 697 ഇൻറ്റു 100 ചെയ്താൽ എത്രയാണ് കിട്ടുക, 697 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 69700, അതായത് 69,700 എന്നാണ് കിട്ടുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു 5 ഡിജിറ്റുള്ള ഒരു നമ്പറാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, 5 ഡിജിറ്റുള്ള ഒരു നമ്പറാണ് കിട്ടുന്നത്. ഇതിൽ എത്ര ഡിജിറ്റ് മുന്നേ നമ്മൾ പോയിന്റ് കൊടുക്കണം, ഇവിടെ 1 2, ഇവിടെ 2 ഡിജിറ്റ് മുന്നേ, ഇവിടെ 1 2 3. അപ്പോൾ ടോട്ടൽ 5 ഡിജിറ്റ്സ് മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം, ആ ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഡെസിമൽ പോയിന്റ് കൊടുക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വാല്യൂ എന്തിനോട് നിയറസ്റ്റ് ആണെന്ന് പറയാൻ പറ്റും, 0.7നോടാണ് നിയറസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ചെയ്താലും നമുക്ക് അവിടെ ഒരു 5 ഡിജിറ്റ് നമ്പർ തന്നെ കിട്ടും. ആൻഡ് ആ ഒരു നമ്പർ ആ ഒരു നമ്പറിൽ നമ്മൾ 5 ഡിജിറ്റ് മുന്നേ എന്തായാലും പോയിന്റ് കൊടുക്കണം. എന്തായാലും ആ ഒരു ആൻസറിലേക്ക് തന്നെയാണ് എത്താൻ പറ്റുക. ഇനിയിപ്പോൾ ഈ കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലീസ്റ്റ് നമ്പർ. ഇതിലേതാ ലീസ്റ്റ് നമ്പർ, നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ലീസ്റ്റ് നമ്പർ ഏതാണ്. ഈ ലീസ്റ്റ് നമ്പർ ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ന്യൂമറിക്കൽ, അതായത് ഫസ്റ്റ് ഡെസിമൽ പോയിന്റിന് മുന്നേ ഉള്ള ആ വാല്യൂസ് മാത്രം കമ്പയർ ചെയ്യുക. ഇതിൽ 15 ഉണ്ട്, 51 ഉണ്ട്, 15 ഉണ്ട്, 51 ഉണ്ട്. അപ്പോൾ ഇതിൽ ലീസ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 51 രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 51 രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതുമല്ല ചെറുത് ഏതാ, 15 തന്നെയാണ്. ഇനി 15.07 ആണോ 15.7 ആണോ ലീസ്റ്റ്, 15.07 എന്ന് പറയുമ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവണം 15.07 ആണ് ലീസ്റ്റ് ആയിട്ടുള്ള നമ്പർ. കാരണം 15.7 എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 15.7 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 പ്ലസ് 7/10 ആണ്, അല്ലെങ്കിൽ 15 7/10 ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. 15.07 എന്ന് പറഞ്ഞാൽ എന്താ, 15 പ്ലസ് 7/100 ആണ്. ഓക്കെ, അല്ലെങ്കിൽ 15 7/100 ആണെന്ന് പറയാം. അപ്പോൾ 15 7/100 ആണ് ചെറുതായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ചെറുതാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.